ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വളരെയധികം സന്തോഷത്തോടു കൂടെ ഈ പങ്കെടുക്കാൻ സഹായിച്ചു. നന്ദി പറയുന്നു. വളരെയധികം സന്തോഷമുണ്ട്. നോട്ടീസിൽ കണ്ടതുപോലെ 34ാമത്തെ കൺവെൻഷൻ യേശുപ്പൻ പങ്കെടുക്കാൻ സഹായിച്ചു. മഴയിലുണ്ടെങ്കിലും കർത്താവിൻ്റെ കാര്യം കൂടിയിരുന്നതിനായ സ്തോത്രം. ഹാലേലൂയ, സ്തോത്രം. 34ാമത്തെ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹത്തോടെ നടത്തും എന്നെൻ്റെ മനസ്സ് പറയും. ഹാലേലൂയ, സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നിലയുള്ള കർത്താവദാസനെ കൊണ്ട് നമുക്ക് തന്നതിനായ സ്തോത്രം. എൻ്റെ സാക്ഷി പറയുന്നതിന് മുമ്പ് ഈ 34ാമത്തെ കൺവെൻഷനിൽ ഒരു വാക്യം വായിക്കാൻ വേണ്ടി എൻ്റെ മനസ്സ് വളരെ ആഗ്രഹിക്കുന്നു. വാക്യം മലാക്കിൽ 4:1 ആരെങ്കിലും ശബ്ദമെടുത്തൊന്ന് വായിച്ചാൽ വളരെ നന്ദി. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താണുകയാകും. മതി. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ലോകത്തിലേക്ക് നാം ചിന്തിക്കാമെങ്കിൽ ഈ കർത്താവ് വചനത്തിൽ കേട്ട ആ സംഭവം ഇന്ന് ലോകത്തിൽ നടക്കുന്നു. അഹങ്കാരികൾ, ദുഷ്പ്രവർത്തിക്കാർ, ഇവരെല്ലാം താഴെയാവും. ഹാലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, 34ാമത്തെ കൺവെൻഷൻ ഇത്രത്തോളം അനുഗ്രഹത്തോടെ നടത്താൻ സഹായിച്ചു. ഞങ്ങളെ കാലത്തോട് ചോദിക്കാൻ നന്ദി. ഹാലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ കൺവെൻഷന് ഏറ്റവും അനുഗ്രഹത്തിന് മുൻപിൽ നിൽക്കുന്ന എൻ്റെ ഭാര്യ മരിച്ചിട്ട് ഇന്ന് 5 വർഷം കഴിഞ്ഞു. ഹാലേലൂയ, സ്തോത്രം. കൺവെൻഷന് 1 മാസത്തേക്ക് മുമ്പ് കൺവെൻഷൻ്റെ എല്ലാ സഹകരണത്തിനു വേണ്ടി ഒരുങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹാലേലൂയ, സ്തോത്രം. അന്നൊക്കെയാണെങ്കിൽ നമ്മളെ ഈ ഭവനമല്ല, ഇവിടെ കടന്നു വരുന്ന ഏറെക്കുറക്കെ എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ ഭവനം എങ്ങനത്തെ ഭവനമായിരുന്നത്. ഹാലേലൂയ, സ്തോത്രം. എനിക്ക് പറയുന്നതിൽ ഒരു പ്രയാസവുമില്ല. ഹാലേലൂയ, സ്തോത്രം. കർത്താവിന്റെ നന്മയെക്കുറിച്ച് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. ആദ്യത്തെ പ്രാവശ്യം ഓലമേങ്ങിയ വീടായിരുന്നു, ചോർമന്മാർ എന്നല്ലെങ്കിൽ വീട്. ആ വീട്ടിലാണ് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഭാഷ സാർ കടന്നു വന്നു. ഹാലേലൂയ, സ്തോത്രം. കടന്നു വന്നപ്പോൾ ഇവിടെ റോഡില്ല, വഴിയില്ല, പാലമില്ല, ലൈറ്റ് കാരണം ഒന്നുമില്ല. ഹാലേലൂയ. ആ കാലത്ത് വന്ന് ഹാലേലൂയ ദേശത്ത് ഏറ്റവും പ്രാർത്ഥിച്ചു. 34 വർഷം. ഹാലേലൂയ, സ്തോത്രം. എല്ലാം ഇത് നൽകി. ഞങ്ങൾക്ക് ആദ്യം നിന്ന് ഓലമേഞ്ഞ വീട്ടിൽ വന്നു. അനേകം ദിവസങ്ങൾ വരുമ്പം കരകയറി ഇടിക്കും. മുകളിൽ കിടക്കിരിക്കുന്ന ഇടയിൽ ആരോട് പറയണത് പ്രാർത്ഥിക്കാം, ഒരു ഭവനം തന്നെയാണ്. അങ്ങനെ ഹാലേലൂയ, സ്തോത്രം. 2ാമത് ഹാലേലൂയ, സ്തോത്രം ഒരു ഓട് നീങ്ങിയ വീട് തന്നു. 3ാമതൊരു സീറ്റിൻ്റെ വീട് തന്നു. 4ാമത് എൻ്റെ കർത്താവ് നല്ലൊരു മനോഹരമായ 2 ഭവനം തന്നു. ഹാലേലൂയ. ഞാൻ പറയട്ടെ, ഇതാര് തന്നത്? കർത്താവ് തന്നത്. ദൈവമക്കളെ പ്രാർത്ഥനയാണ്. ഹാലേലൂയ, സ്തോത്രം. അനേകം ദൈവമക്കളും ഈ ഭവനിൽ കിടന്നിട്ട് ഹാലേലൂയ, സ്തോത്രം അവർ പോകുമ്പോൾ പ്രാർത്ഥിക്കും. ഹാലേലൂയ, അടുത്ത് വരുമ്പോൾ ഒരു നല്ലൊരു ഭവനം തരുന്നു. ഹാലേലൂയ, സ്തോത്രം. ഞങ്ങൾ എടുക്കുക കഴിവൊന്നുകൊണ്ടോ അല്ല. ഹാലേലൂയ, സ്തോത്രം. എൻ്റെ ദൈവശന നന്മയ്ക്ക് നന്ദി പറയുന്ന സ്തോത്രം. 34ാമത്തെ കൺവെൻഷൻ ഹാലേലൂയ ഇത്രത്തോളം മനോഹരമായിട്ട് നടത്തുവാൻ എൻ്റെ സ്വർഗ്ഗത്തിനൊപ്പം പ്രവർത്തനായി നന്ദി പറഞ്ഞു. ഹാലേലൂയ. എൻ്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞല്ലോ. ഹാലേലൂയ. ഇപ്പോൾ നിത്യരായിരിക്കണം. ഹാലേലൂയ. എൻ്റെ ഒരു പ്രത്യാശ കൊണ്ട് എന്ന് ചെന്ന് കാണാൻ പറ്റുമോ? ഹാലേലൂയ. എനിക്ക് കാണാൻ വേണ്ടി ഞാൻ വാഞ്ചിക്കണം. ഹാലേലൂയ. കർത്താവ് ദാസം പറയുന്ന വചനത്തിൽ കൂടി ഹാലേലൂയ ഇന്ന് ഞങ്ങൾ വന്ന് ഇങ്ങോട്ട് കാണാൻ പറ്റൂല, അങ്ങോട്ട് ചെന്ന് കാണുന്ന ഒരു പ്രത്യാശ മാത്രമുണ്ട്. ഹാലേലൂയ. ദൈവമക്കളെ, നമ്മളായിരിക്കുമ്പോൾ ഹാലേലൂയ ഈ 34 വർഷം 33 വർഷം കൺവെൻഷന് കടന്ന അനേകം വ്യക്തികൾ ഞാൻ തിരുപ്പുണ്ട്. ഹാലേലൂയ. അനേകം വ്യക്തികൾ ഈ ഭൂമിയിൽ എടുക്കപ്പെട്ടു. ഹാലേലൂയ. ഇന്നത്തെ ഞങ്ങൾ ഇത്രയോടൊപ്പം കാത്തു. ഹാലേലൂയ. എൻ്റെ കർത്താവിൻ്റെ വലിയ കുറവ് കൂടെ ഇരുന്നു. ഹാലേലൂയ. കർത്താവിൻ്റെ വലിയ കരങ്ങളിൽ നന്ദി. ഞാൻ ഈ ഹാലേലൂയ, സ്തോത്രം. ഈ 34ാമത്തെ കൺവെൻഷൻ അവസാനിച്ച് പോകുമ്പോൾ ഹാലേലൂയ 3 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പിറ്റേന്ന് മുതൽ ഞാൻ അടുത്ത കൺവെൻഷൻ എടുത്ത് പ്രാർത്ഥിക്കും, മുടങ്ങാതെ പ്രാർത്ഥിക്കും. ഹാലേലൂയ. എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ വിഷയമാണ്. ഹാലേലൂയ. അടുത്ത കൺവെൻഷന്റെ പ്രാർത്ഥന. ഹാലേലൂയ. എൻ്റെ ദൈവം ഹാലേലൂയ ഇത്രത്തോളം നടത്തി. ഞാൻ പറയട്ടെ, കൺവെൻഷൻ നടത്താൻ വളരെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. 35 വർഷത്തേക്ക് മുമ്പ് പിരിവെടുത്ത കൺവെൻഷൻ നടത്താൻ വേണ്ടി ഞാൻ തയ്യാറായപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഒരു വ്യക്തിയും പറഞ്ഞു കാശ് വാങ്ങിച്ച് കൊട്ടടിക്കുകയാണെന്ന്. സ്വന്തമായിട്ട് കാശ് കിട്ടുമ്പോൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു എന്ന് പറയട്ടെ. ഹാലേലൂയ, സ്തോത്രം. എൻ്റെ കർത്താവ് വലിയ വെച്ചത് സ്വന്തമായിട്ടൊരു കൺവെൻഷൻ നടത്തുവാൻ സഹായിച്ചു. പിറ്റേന്ന് 1 ദിവസത്തെ കൺവെൻഷന് വേണ്ടി ഒരുങ്ങിയപ്പോൾ പിറ്റേന്ന് സഹോദരങ്ങളെല്ലാവരും എൻ്റെ കൊച്ചപ്പന്മാരെല്ലാവരും കടന്നിട്ട് പറഞ്ഞു, ഇന്ന് പോരാ, നാളെ കൂടെ നടത്തണമെന്ന്. ഹാലേലൂയ. അങ്ങനെ 2 ദിവസം നടത്തി. 2 ദിവസം നടത്തിയിട്ട് പിറ്റേ വർഷം വന്നപ്പോൾ 3 ദിവസമായി. ഹാലേലൂയ, സ്തോത്രം.
3 ദിവസം നടത്തി. അതിനുശേഷം 4 ദിവസം നടത്തുന്നുണ്ട്. പക്ഷേ ഹാലില്ല, ഈ കൺവെൻഷൻ പോയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ 2 ദേശങ്ങളിൽ കൺവെൻഷൻ നടത്താൻ കർത്താവ് സഹായിച്ചു. 2 സ്ഥലങ്ങളിൽ ദൈവത്തെ വിളിച്ചറിയുന്ന കർത്താവ് സഹായിച്ചു. ഹാലില്ല, ഇത് എൻ്റെ മുടുക്കല്ല, കർത്താവിന് മഹത്വം. എൻ്റെ അപ്പൻ്റെ വേലയ്ക്ക് വേണ്ടി ഹാലില്ല അടിയനെ ശക്തമായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്നു. ഹാലില്ല, സ്തോത്രം. എൻ്റെ പള്ളിയിൽ ഹാലില്ല, കർത്താവിൻ്റെ ചർച്ചിൽ ഹാലില്ല 35 വർഷവും ആരാധിക്കുന്ന ശക്തി പ്രാഴ്ചനായി നന്ദി പറഞ്ഞു. ചർച്ചിലെ ഹാലിലെ സെക്രട്ടറിയാണ്. എൻ്റെ കർത്താവ് അതിനുവേണ്ടി നിർത്തുവാൻ കർത്താവ് സഹായിച്ചതായി സ്തോത്രം ചെയ്ത് നന്ദി പറയുന്നു. ഞങ്ങൾ ഹാലിലെ സ്തോത്രം ആലയത്തിൽ കടന്നു കർത്താവിനെ ആരാധിക്കുമ്പോൾ വചനം ഞങ്ങൾ കർത്താവ് ദാസൻ ഞങ്ങളെ വചനത്തിൽ നിർത്തി. ഹാലില്ല, വചനം കൊണ്ട് ഞങ്ങൾ പോഷിപ്പിച്ചു. ഹാലില്ല, കർത്താവിന് മഹത്വം. കടന്നു ആരെയും കർത്താവിന് നഷ്ടപ്പെട്ടു പോലെ അവർ വചനം കേട്ട് കർത്താവിന് സത്യത്തിൽ ആത്മാവിനെ ആരാധിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതായി നന്ദി പറഞ്ഞു. കടന്നു എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഹാലില്ല, വീണ്ടും 2 ദിവസം കൂടി കൺവെൻഷനുണ്ട്. മഴയൊന്നും പെയ്യില്ല. നിങ്ങൾ സന്തോഷത്തോടെ കടന്നു വരണം. കർത്താവ് പ്രവർത്തിക്കും. അപ്പം എൻ്റെ കരം കൂടെ ഇരിക്കും. കർത്താവ് നാമത്തിനാമേ സ്തോത്രം.